ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ X7 പ്രോന്റെ ചാർജിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം പോക്കോ X7 പ്രോ വൺ ഓഫ് ദി ലാർജസ്റ്റ് കപ്പാസിറ്റി ബാറ്ററി ഇൻ ദിസ് പ്രൈസ് സെഗ്മെന്റ് ആണ്. 6550 മില്ലി ആംപർ. അതുകൂടാണ്ട് തന്നെ 90 വാട്ടിന്റെ ഒരു ചാർജറും കൂടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. USB ടൈപ്പ് A ടു ടൈപ്പ് C ചാർജറാണ്. അപ്പോൾ ഈ ഒരു ചാർജർ കൊണ്ടാണ് നമ്മൾ പോക്കോ X7 പ്രോ 5G ചാർജ് ചെയ്യാൻ പോകുന്നത്. 6550 മില്ലി ആംപർ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ചാർജിങ് ടെസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ പോക്കോ X7 പ്രോ നമുക്കറിയാം ഡിമെൻസിറ്റി 8400 അൾട്രാ ചിപ്പാണ്. അതുകൂടാണ്ട് തന്നെ നല്ല ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ചാർജിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ 1% ബാറ്ററി ഉള്ളൂ. ഇൻഫാക്റ്റ് 2% ആണ്. 1%ലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഹൈബർനേഷൻ മോഡാവും. അപ്പോൾ വയേർഡ് ചാർജിങ്ങിൽ ടോപ്പ് സ്പീഡ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ടോപ്പ് സ്പീഡ്. അത് കിട്ടുമ്പോഴാണ് നമുക്ക് 90 വാട്ട് ചാർജിങ് വരുന്നത്. അപ്പോൾ എഗെയിൻ ബാക്കിയെല്ലാം തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആണ്. ഇനി നമുക്ക് ചാർജർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ 90 വാട്ട് അഡാപ്റ്ററാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എഗെയിൻ കണ്ടില്ലേ, ക്വിക്ക് ചാർജ് ഇപ്പോൾ 90 വാട്ട് ബൂസ്റ്റ് ചാർജിലേക്ക് എനേബിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 90 വാട്ട് ബൂസ്റ്റ് ചാർജിങ് ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം എത്ര ബാറ്ററി ഉണ്ട് ഈ പോക്കോ X7 പ്രോ 5Gയിൽ 90 വാട്ട് ചാർജിങ്ങിലൂടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 മിനിറ്റ് 55 സെക്കൻഡ്, ഇൻഫാക്റ്റ് 5 മിനിറ്റ്സ് ആവാൻ പോകുന്നു. അപ്പോൾ ടെമ്പറേച്ചർ നോക്കാം, അറൌണ്ട് 40 ഡിഗ്രീസ് ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഹീറ്റ് ആവും, അത് ഒബ്വിയസ് ആണ്. കാരണം ബൂസ്റ്റ് ചാർജിങ് എനേബിൾ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ഫോൺ എന്താണെങ്കിലും ചൂടാവും. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അതെല്ലാം കൺട്രോൾഡ് ആണ്. അപ്പോൾ 40 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വരുന്നത്. ഇനി 5 മിനിറ്റിൽ നമുക്ക് കിട്ടുന്നത് അറൌണ്ട് 15% ബാറ്ററിയാണ് വെറും 5 മിനിറ്റിൽ കിട്ടുന്നത്. 15% 6550 എന്ന് മനസ്സിലാക്കണം. കാരണം ഇത് ലാർജർ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് 10 മിനിറ്റ് ആകുമ്പോൾ എത്രയാണ് നോക്കാം. അപ്പോൾ അറൌണ്ട് 11 മിനിറ്റ്സ് ആയി നമ്മളിപ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഏറെക്കുറെ സെയിം തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ആ സെയിം ടെമ്പറേച്ചർ തന്നെയാണ് പോകുന്നത്, 40 ഡിഗ്രീസ് അപ്രോക്സിമേറ്റ്ലി. ഇനി 11 മിനിറ്റിൽ നമുക്ക് എത്ര ബാറ്ററി ആയി നോക്കാം. 24% 11 മിനിറ്റിൽ ബാറ്ററി ചാർജിങ്. 11 മിനിറ്റ്സ് 24% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് അറൗണ്ട് ഒരു 20-25 മിനിറ്റ്സ് റേഞ്ചിൽ നമുക്ക് നോക്കാം എത്രത്തോളം ബാറ്ററി ആവുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ 25 മിനിറ്റ്സ് ആയി, ഇപ്പോൾ ഓൾമോസ്റ്റ് 25 മിനിറ്റ്സ് ആകുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ടെമ്പറേച്ചർ നോക്കാം. 1 ഡിഗ്രി ടെമ്പറേച്ചർ ഇൻക്രീസ് ആയിട്ടുണ്ട്. 40.4 അറൗണ്ട് 41.23 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻക്രീസ് എന്താണെങ്കിലും ഉണ്ടായിട്ടുണ്ട് ബാറ്ററി ടെമ്പറേച്ചറിൽ. എന്നാലും അത് വലിയൊരു പ്രോബ്ലം ഒന്നുമല്ല. എഗെയിൻ അത് ബൂസ്റ്റ് ചാർജിങ് വരുമ്പോൾ ഒബ്വിയസ്ലി വരുന്ന ഒരു കാര്യമാണ്. അഗെയിൻ 25 മിനിറ്റിൽ 47% ബാറ്ററി ആയിരിക്കുകയാണ്. 47% ബാറ്ററി 25 മിനിറ്റ്സിൽ. നമുക്ക് അടുത്തത് 35 മിനിറ്റിൽ എത്രയായി നോക്കാം. അപ്പോൾ 35 മിനിറ്റ്സ് ആയിരിക്കുകയാണ് ഇപ്പം. ഇൻഫാക്ട് അറൌണ്ട് 34.57. എഗെയിൻ ടെമ്പറേച്ചർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻഡ് ആയിട്ട് 41.2, പിന്നെ ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ 35 മിനിറ്റിൽ നമുക്ക് കിട്ടുന്നത് അറൗണ്ട് 59% ബാറ്ററിയാണ്. 59% ബാറ്ററി 35 മിനിറ്റിൽ ആയിരിക്കുകയാണ്. എഗെയിൻ ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് ആയി. ഇൻഫാക്ട് മോർ ദാൻ അല്ല 60% ആയി ബാറ്ററി. ഇനി നമുക്ക് 45 മിനിറ്റിൽ എത്രയാവും നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 45 മിനിറ്റ്സ് ആയിരിക്കുകയാണ്. 45 മിനിറ്റ്സിൽ എഗെയിൻ നമുക്ക് കിട്ടുന്ന ബാറ്ററി 71% ആണ്. 45 മിനിറ്റ്സിൽ 71% ബാറ്ററി ആയിരിക്കുകയാണ്. ഇനി 29% ഇനിയും ഫിൽ ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1 അവർ ആകുമ്പോൾ എത്രയാണ് നോക്കാം. ഇപ്പോൾ നമ്മൾ 1 അവർ, അതായത് 60 മിനിറ്റ്സ് ആയി ചാർജ് ചെയ്ത് തുടങ്ങിയിട്ട്. 60 മിനിറ്റ്സിൽ എത്ര ബാറ്ററി ഉണ്ട്? 92%. അതായത് 1 മണിക്കൂർ ചാർജ് ചെയ്തപ്പോൾ 92% ബാറ്ററി ആയിരിക്കുകയാണ്. 6550 92% ബാറ്ററി 1 അവറിൽ ചാർജ് ചെയ്തിരിക്കുകയാണ്. ഇനി 8% ബാക്കി എത്ര ടൈം എടുക്കും നോക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ റീഡിങ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫുൾ ചാർജ് ചെയ്യാനുള്ള ടൈം എത്രയാണ് നോക്കാം. അപ്പോൾ 1 അവർ 10 മിനിറ്റ്സ്, അതായത് 70 മിനിറ്റ്സിൽ നിങ്ങൾക്ക് കാണാം ചാർജ് എഴുതിയത് കാണാം. അപ്പോൾ 1 അവർ 10 മിനിറ്റ്സ്, അതായത് 70 മിനിറ്റ്സ് ആണ് 6550 മില്ലി ആംപർ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുത്തത് 90 വാട്ട് ചാർജിങ്ങിലൂടെ. അപ്പോൾ എഗെയിൻ ഇത് കുഴപ്പമില്ലാത്തൊരു സ്പീഡാണ് ഡെഫിനറ്റ്ലി പറയാൻ. കാരണം ഇതിൽ മാസീവ് കപ്പാസിറ്റി ബാറ്ററി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണ 5500 5000 ഒക്കെയാണ് നമ്മൾ ചാർജ് ചെയ്തിരുന്നത്. ഇപ്പോൾ 6500 ആണ്. അപ്പോൾ ആ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ 1 അവർ 10 മിനിറ്റ്സ് ഡെഫിനറ്റ്ലി നല്ലൊരു ടൈമാണെന്ന് പറയാം. അപ്പോൾ ഇതായിരുന്നു പോക്കോ X7 പ്രോവിൻ്റെ ചാർജിങ് ടെസ്റ്റ്. അപ്പോൾ എഗെയിൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.